നല്ല ചൂടുള്ള സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചൂടൊന്ന് കുറയ്ക്കാൻ, ദാഹമൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഒരു ഐസ്ക്രീം കഴിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ദാഹം കൂടുതലല്ല ചെയ്യാറ്. കുട്ടികൾക്ക് ഇതേപോലെ നമ്മൾ നല്ല ദാഹമുള്ള സമയത്ത് ഐസ്ക്രീം കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് അവരുടെ ബോഡിയെ കൂടുതൽ ഡീഹൈഡ്രേറ്റ് ചെയ്യാണ്. പിന്നെയോ കുട്ടികൾക്ക് കൂടുതൽ ദാഹം തോന്നിക്കഴിഞ്ഞാലും അതിനനുസരിച്ച് അവർ വെള്ളം കുടിക്കുകയില്ല. അതിനൊക്കെ പുറമെ ഇത് ഹൈ ഷുഗറുള്ള സംഭവങ്ങളായതുകൊണ്ട് കുട്ടികൾക്ക് എനർജി ക്രാഷസ് സംഭവിക്കും. ഒരു സമയത്ത് നല്ല എനർജി തോന്നും, പിന്നെ എനർജി ഡൗൺ ആവുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇതിനെല്ലാം പകരമായിട്ട് കുട്ടികളെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാനും നല്ല ഫ്രൂട്ട്സ് കഴിക്കാനും തണുപ്പിച്ച ഫ്രൂട്ട്സ് കഴിക്കാനൊക്കെ എൻകറേജ് ചെയ്യാം. ഇനി കുട്ടികളല്ലേ, നിങ്ങൾക്ക് അവർക്ക് മധുരങ്ങൾ കൊടുത്തേ പറ്റൂ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാം. അത് ഗുഡ് ആണെന്നോ ഞാൻ പ്രൊമോട്ട് ചെയ്യുകയോ അല്ല, പക്ഷേ നിങ്ങൾക്കൊരു ഹെൽത്തി ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാം. എപ്പോഴും നമ്മൾ ഡയറ്റ് ആയിക്കോട്ടെ, എക്സസൈസ് ആയിക്കോട്ടെ, ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ 80% ആൻഡ് 20%ലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കുറച്ചൊക്കെ നമ്മൾ സ്വീറ്റ്സ് കൊടുക്കാതെ എന്തായാലും കുട്ടികളെ വളർത്താൻ പറ്റില്ല. ആ സമയത്ത് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം ലോ ഷുഗറിൽ. അതുപോലെ തന്നെ തൈരോ പാലോ ഒക്കെ ഒഴിച്ചിട്ടുള്ള മിൽക്ക് ഷേക്സ് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാം. ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം. ബോഡിയെ കൂൾ ചെയ്യുന്ന ഫ്രൂട്ട്സ് നിങ്ങൾക്ക് നല്ല ജ്യൂസ് ആക്കിയിട്ട് അടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഇത് ഇവർക്ക് നല്ലൊരു ട്രീറ്റ് ആവുകയും ചെയ്യും, സൈഡ് എഫക്ട്സ് അധികം ഉണ്ടാവില്ല.